وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ റസൂലുൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധരായ പദ്ധതിയുടെ ഹഖ്ഖുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു മാറ്റി ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 16-ാമത്തെ സുദിനമാണ്. 17 രാവാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടന്ന ബദർ യുദ്ധം നടന്ന പരിശുദ്ധമായ ഒരു രാവ് കൂടിയാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധരായ ബദർ സ്വഹാബത്ത് എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാണ്. ബദറിൽ പങ്കെടുത്തവർ ഏറ്റവും ശ്രേഷ്ഠരായതുപോലെ തന്നെ ആകാശത്തിലുള്ള ബദറിൽ പങ്കെടുത്ത മലക്കുകളും ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചത്. അത്തരത്തിൽ ഏറ്റവും വാനലോകത്തും ഭൂമിലോകത്തും ഏറ്റവും ശ്രേഷ്ഠരായ 2 വിഭാഗമാണ് മലക്കുകൾ. ബദറിൽ പങ്കെടുത്ത മലക്കുകളും ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തും. അള്ളാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൻ നാറ അഹദുൻ ശഹീദ ബദറൻ വൽ ഹുദൈബിയ. പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരും ഹുദൈബിയയിൽ പങ്കെടുത്തവരും ആരും തന്നെ നരകത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു വിഭാഗം കൂടിയാണ് ഈ ശ്രേഷ്ഠരായ സ്വഹാബത്ത്. കാരണം അത്രയ്ക്ക് ഒരല്പം ചില സമയങ്ങൾ കൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം നേടിയെടുക്കാൻ കഴിഞ്ഞവരാണ് ആ ബദർ ശുഹദാക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബദ്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ കാണാം. നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ പേരുകൾ പോലും പവിത്രമാണ്. എന്തെങ്കിലും നമ്മുടെ പ്രതിസന്ധികളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നാൽ ആ ബദരീകളുടെ പേരുകൾ പാരായണം ചെയ്തിട്ട് അവന്റെ ആവശ്യം അല്ലാഹുവോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും നമ്മോട് പഠിപ്പിക്കുന്നു. അത്രയ്ക്ക് ശ്രേഷ്ഠ, അവരുടെ പേരുകൾ പോലും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചത്, നിങ്ങൾ ആരും തന്നെ ബദരീകളെ കുറിച്ച് മോശമായ ഒരു വർത്തമാനം നിങ്ങൾ പറഞ്ഞു പോകരുത്. ഇന്ന് ബദർ എന്ന് കേൾക്കുമ്പോഴും ബദരീകൾ എന്ന് കേൾക്കുമ്പോഴും ചിലർക്ക് ഇക്കിളിയാകുന്ന ഒരു രോഗമുണ്ട്. നമ്മുടെ കുറ്റമല്ല, അത് ചിലർക്ക് പ്രത്യേകമായ അവരുടെ ശൈലിയാണ്. നമ്മളവിടെ എത്തിത്താനോ അവരുടെ കുറവുകൾ പറയാമോ, നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അതിന്റെ സമയവുമില്ല. ബദരീകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും അധ്യാപനങ്ങളുമാണ് നാം പഠിക്കേണ്ടത്. ബദരീകൾക്ക് മഹത്വമുണ്ടോ? ബദരീകളുടെ പേരിൽ ആണ്ട് കഴിക്കണോ എന്നൊക്കെയുള്ള മറുചോദ്യങ്ങൾ പ്രഭാവങ്ങളുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത് അവരുടെ പേരുകൾക്ക് പോലും മഹത്വമുണ്ട്. അവരെ കുറിച്ച് മോശമായ വർത്തമാനങ്ങളോ ആക്ഷേപങ്ങളോ പറയരുത് എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകപ്പെട്ട ഏറ്റവും ബൃഹത്തായ, ഏറ്റവും ശ്രേഷ്ഠരായ, ഈ ഭൂമിലോകത്തെ ഏറ്റവും മഹത്വമുള്ളവരാണ് അള്ളാഹുവിന്റെ ബദരീകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധരായ സ്വഹാബത്തിൽപ്പെട്ട ബദരീകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ അനുസ്മരിക്കാനും ഒക്കെയുള്ള സമയങ്ങളാണ് നമ്മുടെ ഈ പരിശുദ്ധമായ 17 രാവും നമ്മുടെ ബദറിന്റെ 17-ാമത്തെ നോമ്പും ഒക്കെ. ഒന്നാമത്തെ അത്തരത്തിൽ പരിപൂർണമായി അവരെ അനുസ്മരിച്ചും അനുസരിച്ചും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധപ്പെടുത്തുവാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന ഇകഴ്ത്തുന്ന ഒരു വർത്തമാനവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ പരാജയമായി പോകും, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പരാജയമായി പോകുമെന്ന ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധമായ റമദാനിലെ 17-ാമത്തെ തറാവീഹ് നമസ്കാരമാണ്. 17-ാമത്തെ തറാവീഹ് നമസ്കാരത്തിന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രതിഫലം അംബിയാ മുർസലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങൾ, നന്മകൾ എന്തൊക്കെയാണോ ആ നന്മകളാണ്
17ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് ആദരവായി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരായ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു. അത്തരത്തിൽ എല്ലാ നന്മകളും ചെയ്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരവും മൂല്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ ഹഖ്ജാഹ് ബറകത്തുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും, നമ്മുടെ കുടുംബാദികളുടെ രോഗങ്ങളും, നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു മാറ്റി ജീവിതത്തിൽ എല്ലാ നന്മകളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉയർച്ചയും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.